എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും വണ്ടിപ്രാന്തികൾക്കും കുഴിയാൻ ടാക്സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പുതിയ Ather 450Xൻ്റെ 3rd ജനറേഷനാണ്. ബട്ട് ഈ ഒരു സ്കൂട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനു മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം അറിയാവുന്ന ഫ്രണ്ട്സും ഒക്കെ ചോദിച്ച ഒരു കാര്യമുണ്ട്. കാരണം ഈ ഒരു സ്കൂട്ടർ ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഹോം ചാർജർ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഏതറിൻ്റെ ഗ്രിഡിനെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് ഒരു Ather ഗ്രിഡിൽ ഈ ഒരു വാഹനം ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും പലരും പല ആശങ്കകളും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഭൂരിഭാഗം പേർക്ക് ഇതറിയാം എന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ വളരെ ചുരുക്കം കുറച്ച് ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ നമ്മൾ Ather ഗ്രിഡിൽ എന്ന് വെച്ചാൽ Atherൻ്റെ പബ്ലിക് ചാർജറിൽ ഈ ഒരു വാഹനം ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇത് നോക്കാൻ പോവാണ്. ഈസി ആയിട്ട് ഇന്ന് നമ്മുടെ Ather ഉണ്ട് ആൻഡ് ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു Ather ഗ്രിഡും ഉണ്ട്. സോ നമുക്ക് നൈസായിട്ട് അവിടെ പോയി ഇത് എങ്ങനെ ചാർജ് ചെയ്യാൻ നോക്കാം. ആൻഡ് അതോടൊപ്പം തന്നെ ഡിസംബർ എൻഡ് വരെ Ather ഗ്രിഡിൽ ചാർജ് ചെയ്യുന്നത് ഫ്രീ ആണ്. സോ നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് ഫ്രീ ആയി ചാർജ് ചെയ്തിട്ട് തിരിച്ചു വരാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ Atherൽ അതിൻ്റെ ഇൻബിൽഡ് നാവിഗേഷൻ തന്നെ ഉപയോഗിച്ച് എവിടെയാണ് Ather ഗ്രിഡ്, സോ വേർ ഇസ് മൈ നിയറസ്റ്റ് Ather ഗ്രിഡ് എന്ന് തപ്പിപ്പിടിച്ച് നമ്മളിത് Ather ഗ്രിഡിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. സോ ഇതാണ് Ather ഗ്രിഡ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും Ather ഗ്രിഡ് എന്നല്ലെങ്കിൽ Atherൻ്റെ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് ഒരിക്കലും Atherൻ്റെ ഷോറൂമുകളിലോ അല്ലെങ്കിൽ Atherൻ്റെ സർവീസ് സെൻറ്ററിലോ മാത്രമല്ല ഇതുപോലെ ഒരു പബ്ലിക് പ്ലേസിലായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് ഇവിടെ സത്യത്തിൽ പറഞ്ഞാൽ Atherൻ്റെ ഒന്നുമില്ല, ഈ ഒരു ചാർജിങ് ഗ്രിഡ് അല്ലാതെ വേറെ ഒന്നുമില്ല. സോ ഈ Ather ഗ്രിഡിൽ എങ്ങനെ ഈ വാഹനം ചാർജ് ചെയ്യാമെന്ന് നമുക്ക് ഈസി ആയിട്ട് നോക്കാം. സോ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഗ്രിഡ്. ഇവിടെയാണ് നമ്മുടെ ചാർജർ വരുന്നത്. ഈ ചാർജറിൻ്റെ ഈ ഒരു വശം നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ഊരിയെടുക്കുക. ഇവിടെ ചാർജ് ചെയ്യാൻ ഇഷ്ടം പോലെ Ather നമ്മുടെ ചുറ്റുവിരിപ്പാണ് നമ്മൾ നോക്കുക. സോ Atherൻ്റെ ചാർജർ നമ്മുടെ കയ്യിലുണ്ട് ആൻഡ് ചാർജിങ് പോർഷൻ ഇവിടെയാണ്. സോ ഇത് നേരെ ഇങ്ങനെ എടുക്കുക, ഇവിടെ നേരെ അങ്ങോട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഈ സോക്കറ്റ് ഓൺ ആക്കി നേരെ നമ്മളിവിടെ പ്ലഗ് ഇൻ ചെയ്താൽ മാത്രം മതി. ഇത് പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വണ്ടി ഓൾറെഡി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്കിവിടെ ഫാസ്റ്റ് ചാർജിങ് കാണിക്കുന്നുണ്ട്. വണ്ടി ലോക്ക്ഡാണ്, ഈ സമയത്ത് വണ്ടി എടുക്കരുത് എന്നും ഉള്ളൊരു ഇൻഫർമേഷൻ ഇവിടെ വരുന്നുണ്ട്. ആൻഡ് റേഞ്ചും നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കും. സോ ചാർജിങ്. സോ വണ്ടി ചാർജ് ചെയ്യുമ്പോൾ നമുക്കും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് Atherൻ്റെ ആപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ Atherൻ്റെ തന്നെ നാവിഗേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു Ather ഗ്രിഡ് കണ്ടുപിടിക്കാമെന്നും അവിടെ വന്ന് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു Ather സ്കൂട്ടർ ചാർജ് ചെയ്യാമെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങളിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു QR സ്കാനർ കാണാൻ സാധിക്കും. സോ ഈ ഒരു സ്കാനറിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ Atherൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വാഹനം ഇവിടെ ഇത് സ്കാൻ ചെയ്തതിന് ശേഷം ചാർജിന് പോട്ടിട്ട് നമ്മൾ വെളിയിൽ പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു കോഫി ബ്രേക്കോ അല്ലെങ്കിൽ ഒന്ന് ചിൽ ഔട്ട് ചെയ്തിട്ട് വരാനാണെങ്കിൽ ആ ഒരു സമയത്തിൽ വണ്ടി എത്ര ചാർജായി ആൻഡ് ഫുൾ ചാർജ് ആയോ അല്ലെങ്കിൽ എത്ര ശതമാനം ചാർജായി എന്നുള്ളതെല്ലാം നമുക്ക് ഈ ആപ്പിലൂടെ തന്നെ അറിയാൻ സാധിക്കും. സോ റിമോട്ടായിട്ടിരുന്ന് തന്നെ നമ്മുടെ വണ്ടിയുടെ ചാർജിങ് ഒരു ടൈം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എത്രമാത്രം ചാർജ് ആയി എന്നുള്ളതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. സോ അത് വളരെ നൈസായിട്ടൊരു കാര്യമാണ്. സോ ഇതാണ് സിമ്പിളായിട്ട് എങ്ങനെ ചാർജ് ചെയ്യാമെന്നുള്ളത്, അല്ലെങ്കിൽ ഇതാണ് സിമ്പിളായിട്ട് എങ്ങനെ Atherൻ്റെ തന്നെ നാവിഗേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു Ather ഗ്രിഡ് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം, അവിടെ പോയി ഈസി ആയിട്ട് ചാർജ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഷോർട്ട് വീഡിയോ. ആൻഡ് ഈ ഡിസംബർ അവസാനം വരെ ഈ Ather ഗ്രിഡ് ഫ്രീ ആണ് കേട്ടോ, അതും ഇതോടൊപ്പം തന്നെ പറയാം. ഇനിയും ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിന് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് മലയാളം DriveSpark സബ്സ്ക്രൈബ് ചെയ്യുക. സോ until next time, this is Giri signing out.